ഭാര്യയും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമടങ്ങുന്ന കുടുംബത്തിന്റെ പ്രതീക്ഷയും അത്താണിയുമാണ് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ഇല്ലാതായത്. വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പായുന്ന ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവ്. ഞായറാഴ്ച ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചത് ബൈക്ക് യാത്രക്കാരനായ യുവാവ്. ഇടുക്കിയിൽ നിന്ന് 12 കൊല്ലം മുമ്പ് മെട്രോ നഗരത്തിലെത്തിയത് ജീവിതം കരുപ്പിടിപ്പിക്കാൻ. കൊച്ചിയിൽ നിന്നും മടക്കം സഹപ്രവർത്തകരെ കണ്ണീരണിയിച്ച്. പരാതി പറഞ്ഞും പ്രതിഷേധിച്ചും പിറകെ നടന്നുമാണ് മാടവന ജംഗ്ഷനിൽ ഒരു സിഗ്നൽ സംവിധാനം വന്നത് തന്നെ. അതോ കൌണ്ട് ഡൌൺ ഇല്ലാത്തതും. മാടവനയിൽ 4ാം തവണയാണ് സിഗ്നൽ വാഹനമിടിച്ചു തകരുന്നത്. 2 കൊല്ലം മുൻപ് KSRTC ബസ്സിടിച്ചു തകർന്ന സിഗ്നൽ പുനഃസ്ഥാപിച്ചതു തന്നെ ഈ അടുത്ത്. ഇവിടുത്തെ മെയിൻ പ്രശ്നം സിഗ്നലിന്റെ പ്രോബ്ലം. അതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് സിഗ്നൽ നമുക്ക് കിട്ടണില്ല. ഈ ഡിജിറ്റൽ നമ്പറുള്ള സിഗ്നലില്ലേ, അതാണെങ്കിൽ ഒരുമാതിരി ഒന്ന് റെഡ് ലൈറ്റ് കഴിഞ്ഞാലും വാഹനങ്ങൾ ബൈപ്പാസിൽ കൂടി ഭയങ്കര വേഗം. വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്നവരെ പിടിക്കാനല്ലേ ഉദ്യോഗസ്ഥർക്ക് നേരുള്ളൂ. ഇതുപോലെ ഒരു അപകടം നടന്ന് ആ ഒരു അപകടം എന്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചത് എന്ന് കണ്ടെത്തി അതിനൊരു പരിഹാരം കണ്ടെത്താൻ ആർക്കും